പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസമടക്കം ലഭ്യമാക്കാനുള്ള മികച്ച സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് മന്ത്രി ഒ.ആർ. കേളു. സംസ്ഥാനത്ത് 8 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നവകേരള മിഷനിലൂടെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സ്കൂളുകളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പണ്ടുകാലത്ത് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, മാനേജ്മെന്റ് സ്കൂളൊക്കെയാണ് നല്ലത്, ഗവൺമെന്റ് സ്കൂൾ വളരെ മോശമാണ്, അങ്ങനെയാണ് നമ്മുടെ ഒരു പൊതു ധാരണ. പക്ഷേ ആ ഒരു ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് നവകേരള മിഷന് രൂപം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നമ്മൾ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ പഠിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ തറയിലും മോശം ബെഞ്ചിലും തറയിലൊക്കെ ഇരുന്നൊക്കെയാണ് നമ്മൾ പഴയ കാലത്ത് പഠിച്ചത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല തലത്തിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് നന്നായിട്ട് വിടാനൊക്കെ സാധിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു പൊതുമുത്തൽ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. നല്ല അടിസ്ഥാന സൗകര്യം മാത്രം ഉണ്ടായാൽ മതിയോ? അത് വേണം. പക്ഷെ അതിനോടൊപ്പം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അക്കാദമിക നിലവാരം. കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് നല്ല പഠനം എവിടെ കിട്ടുന്നു അത് അന്വേഷിച്ചാണ് എല്ലാ രക്ഷിതാക്കളും നടത്തുന്നത്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ കുട്ടി എന്ത് ചെയ്തിരിക്കണം? മലയാളം എഴുതാനും വായിക്കാനും കൃത്യമായി പഠിച്ചിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 800 വിദ്യാർത്ഥികൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ടെന്നും വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 25 ലക്ഷം രൂപയാണ് ഇതിനായി സർക്കാർ നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യ ബാച്ചിൽ പോയ 56 വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ജോലി ലഭിച്ചു. 76 വിദ്യാർത്ഥികൾ കേരളത്തിൽ MBBSന് പഠിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്കായി 35 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. സിവിൽ സർവീസ് പരിശീലനമടക്കം സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം കൊമ്പുകുത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 1.01 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒ.ആർ. കേളു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ മത സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 1.01 കോടി രൂപ ചെലവിലാണ് 3 നിലകളുള്ള മന്ദിരം നിർമ്മിച്ചത്. 4 ക്ലാസ് മുറികളും സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും ടോയ്ലറ്റ് ബ്ലോക്കുമടങ്ങുന്ന കെട്ടിടത്തിന് 582.16 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ സമാപിച്ചു. സഹകരണ പെൻഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. H. സലാം MLA സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹത്തിന്റെ എല്ലാ ജീവിത മേഖലകളിലും നേരിട്ടിടപെടുന്ന മേഖലയാണ് സഹകരണ പ്രസ്ഥാനം. അത് ഉദാഹരണമില്ല, നിങ്ങൾ പറയേണ്ടതായിട്ടില്ല. കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പൊതു കമ്പോളത്തിൽ ഇടപെടുന്ന മേഖലയിൽ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അത് കയ്യെത്താത്ത മേഖല വളരെ വളരെ അപൂർവമാണെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതു സാമൂഹ്യ ജീവിതത്തിന് എല്ലാ ഘട്ടത്തിലും എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു മേഖലയാണ്. ആ മേഖല ഇന്ന് കരുത്തോടെ നിലകൊള്ളുന്നതിന് അടിസ്ഥാനം നിങ്ങൾ ചെലവഴിച്ച അധ്വാനം കൂടിയാണ് എന്നതാണ് എന്റെ പ്രാധാന്യം. നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതകാലത്ത് നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ച അധ്വാനം, അതിനുവേണ്ടി ചെലവഴിച്ച സമയം, ഇതാകെ ചേർന്നാണ് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഈ കരുത്ത് എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. അത് കേരളത്തിന് ഈ സഹകരണ പ്രസ്ഥാനത്തിന് പ്രാധാന്യം കണക്കിലെടുത്ത് സാമ്പത്തികമായ പ്രാധാന്യമുണ്ട്, സാമൂഹ്യമായ പ്രാധാന്യമുണ്ട്. ആ കരുത്ത് ചോർത്തിക്കളയാൻ കഴിയുന്ന പലതരത്തിലേക്കുള്ള ഇടപെടൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. ധർണയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. കൃഷ്ണമൂർത്തി, R. മധുകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. രാധമ്മ, K. രാധാകൃഷ്ണൻ നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV സത്യൻ, താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് D. രാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K. മോഹനൻ സ്വാഗതം പറഞ്ഞു.
സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷകന്റെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബോധപൂർവമായ നിസ്സംഗത പാലിക്കുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട്. കർഷകന്റെ അഭിമാനബോധം സംരക്ഷിക്കുവാൻ സർക്കാരുകളെ പോലെ തന്നെ പൊതുസമൂഹത്തിനും കടമയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം മാമ്പുഴക്കരി സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും സമൂഹത്തിനുണ്ടായ നന്മയും വളർച്ചയും വിസ്മരിക്കപ്പെടുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പല തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്ടിന് വേണ്ടി നമ്മുടെ കത്തോലിക്ക സമുദായം ഒത്തിരിയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പാരമ്പര്യം പേറി അഭിമാനത്തോടു കൂടി കഴിയുന്ന കുട്ടനാടിന്റെ വലിയൊരു തലമുറ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ദാരിദ്ര്യമില്ലാതെ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു കുട്ടനാട്ടിലെ ജനത. അവർ കൃഷി എടുക്കുന്നു, കൃഷിയുടെ ഫലം അവർ അനുഭവിക്കുന്നു. പട്ടിണി കിടക്കാതെ എല്ലാ കാലവും അഭിമാനത്തോടു കൂടി അധ്വാനം ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കുട്ടനാട്ടിലെ ഈ സമൂഹം. അതുകൊണ്ട് അവരുടെ സംഭാവനകൾ വിസ്മരിക്കാതെ തന്നെ ഇന്ന് കുട്ടനാട് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മളുടെ കത്തോലിക്ക സമുദായത്തിലുള്ള നസ്രാണി സഭാംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ AKCCയോട് ചേർന്നതോട് പ്രവർത്തിക്കണം. നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനാണ്. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ നാളിതുവരെയായി തയ്യാറായിട്ടില്ല. മനുഷ്യജീവനും ജീവിത സാഹചര്യങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള വനനിയമ ഭേദഗതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പൊതുമനസാക്ഷി ഉയർന്നു വരേണ്ടതുണ്ട്. സമരവും റാലിയുമെല്ലാം പ്രത്യാശയുടെ തീർത്ഥാടനമായിട്ടാണ് സഭ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകരക്ഷാ നസ്രാണി സംഗമത്തിന്റെ ലോഗോ പ്രകാശനവും മാർ ജോസഫ് സ്മാരക എക്സലൻഷ്യ സീസൺ 3 ക്വിസ് കോമ്പറ്റീഷൻ മത്സര പ്രഖ്യാപനവും വികാരി ജനറൽ നിർവഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറെ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, ജനറൽ സെക്രട്ടറി ബിനു ഡൊമനിക് നടുവിലേഴം, ജനറൽ കൺവീനർമാരായ ജോസ് ജോൺ വെങ്ങാന്തറ, ജിനോ ജോസഫ് കളത്തിൽ, എടത്തോ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ക്രിസ് ഡയറക്ടർ ഫാദർ തോമസ് താന്നിയത്ത്, ഫൊറോന ഡയറക്ടർമാരായ ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ, ഫാദർ ടോബി പുളിക്കാശ്ശേരി, മുട്ടാർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം, വൈസ് പ്രസിഡന്റുമാരായ CT തോമസ് കാച്ചാങ്കോടം, ജോർജ് കുട്ടി മുക്കത്ത്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷയുമായിരുന്ന സുശീല ഗോപാലന്റെ അനുസ്മരണ ദിനം ആചരിച്ചു. മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഹാളിലായിരുന്നു അനുസ്മരണ സമ്മേളനം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷയും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻമന്ത്രിയുമായിരുന്ന സുശീല ഗോപാലൻ വിട പറഞ്ഞിട്ട് ഡിസംബർ 19-ന് 24 വർഷം തികയുകയാണ്. അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി മങ്കൊമ്പിൽ ചേർന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KP സുമതി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാഗതം ആശംസിച്ച സന്ദർഭത്തിൽ സഖാവ് പ്രഭ കുറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഞാൻ ഇന്ന് രാവിലെ മുഹമ്മയിൽ പതാക ഉയർത്തൽ പരിപാടിക്ക് ശേഷം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുത്തനത്ത് ദിനേശൻ സഖാവ് സുശീല ഗോപാലനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണം വളരെ ആവേശത്തോടുകൂടി കേട്ടതിന് ശേഷമാണ്. കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്, പക്ഷേ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. അതിനുശേഷമാണ് ഇവിടെ എത്തുന്നത്. ഒരു കാലത്ത് ഒരു വിപ്ലവ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്നതൊക്കെ തന്നെ അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ പൊതുജീവിതം ആരംഭിച്ച വ്യക്തിയാണ് സഖാവ് സുശീല. സമ്മേളനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭാ മധു സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CS സുജാത അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപാട് നിർദ്ദേശവും എല്ലാം ഞങ്ങളെ പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് നൽകുകയുണ്ടായി. അതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സഹായമായിട്ടുണ്ട്. സുശീല സഹോദരനെ ഒരുക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പുഷ്പലത മധു, ജില്ലാ ട്രഷറർ സുശീല മണി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK ജയമ്മ, സന്ധ്യ രമേശ്, ഡോക്ടർ ബിച്ചു X മലയിൽ, G രാജമ്മ,
MV പ്രിയ, TG ജലജകുമാരി എന്നിവർ സംസാരിച്ചു. മലയാള ദിനം, ഭരണഭാഷാ വാരാചരണം എന്നിവയുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സമ്മാന വിതരണം നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-ന് കളക്ടറുടെ ചേംബറിലായിരുന്നു സമ്മാന വിതരണ ചടങ്ങ്. ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് കളക്ടർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ 1956 ഫോർമേഷൻ ശേഷം നമ്മൾ ഭാഷ കൂടുതൽ ഉപയോഗിച്ചത് ഇംഗ്ലീഷാണ്. പക്ഷെ എന്നാൽ നമ്മുടെ മലയാള സമൂഹത്തിന് അതൊരു പക്ഷേ ഒരു പ്രാവീണ്യത്തിൽ വരാത്തതുകൊണ്ട് നമ്മൾ അതിനോട് കൂടുതൽ മലയാളിവൽക്കരിക്കാനുള്ള ഒരു കൃതിയാണ് നമ്മളൊരു 90s തൊട്ട് ആരംഭിച്ചതാണ്. എന്നാലൊരു പൂർണ്ണ തോന്നലതായിട്ടില്ല. വീണ്ടും അത് പറയുമെങ്കിൽ ഇവിടെ കോർട്ട് ഭാഷ ഉൾപ്പെടെ പല പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഉന്നത തലത്തിൽ ഏറിയ പങ്കുവയ്ക്കാറൊക്കെ മലയാളി ജനിച്ചു തന്നെ. പക്ഷെ ഇതിലേക്കൊരു ഒരു മലയാള ഭാഷയുടെ ഒരു പ്രാതിനിധ്യം നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നൊരു അവസ്ഥയിൽ നിന്ന് മാറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിളിച്ച് ഇംഗ്ലീഷ് മാത്രമേ പറയാമോ എന്നൊക്കെ സാധ്യതയുണ്ടായിരുന്നു. ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പറയുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഭാഷാ പരിചയ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ P. തോമസ്, ജോൺസൺ നൊറോണ, G. മഞ്ജുള. തർജ്ജമ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ അരുൺ ദാസ്, V. ജ്യോതിരശ്മി, R. സേതുനാഥ്. ഭാഷാ പ്രശ്നോത്തരിയിൽ 1, 2, 3 സ്ഥാനത്തെത്തിയ ടീമംഗങ്ങൾ എന്നിവർ ജില്ലാ കളക്ടറിൽ നിന്ന് ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി. ADM ആശാ C. എബ്രഹാം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപൻ, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി പ്രകാരം കാവാലം ഗ്രാമപഞ്ചായത്തിലെ തട്ടാശ്ശേരി കടവിൽ 30,000 ആറ്റുകൊഞ്ച് വിത്ത് നിക്ഷേപിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ മത്സ്യവിത്ത് നിക്ഷേപ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ബ്ലോക്ക് ഡിവിഷൻ അംഗം സന്ധ്യ സുരേഷ്, കാവാലം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംകുമാർ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, അശാസ്ത്രീയ മത്സ്യബന്ധനം എന്നിവ മൂലം തദ്ദേശീയ മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപ പരിപാടി നടപ്പിലാക്കുന്നത്. ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ സീമ, വേമ്പനാട് പ്രൊജക്ട് കോർഡിനേറ്റർ ഷോൺ ശ്യാം സുധാകർ, അക്വാകൾച്ചർ പ്രൊമോട്ടർ K. സുശീലൻ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. മാന്നാർ സ്വദേശിനിയായ യുവതി UP-യിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനും മാതൃസഹോദരൻ പരാതി നൽകി. മാന്നാർ പാവുക്കര പുതുപ്പറമ്പിൽ പുന്നത്താഴെ വീട്ടിൽ നിഷ നായരെയാണ് കഴിഞ്ഞ 13-ന് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. UP-യിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നിഷ നായരുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടും മാതൃസഹോദരൻ പാവുക്കര പുതുപ്പറമ്പിൽ PG മണിക്കുട്ടനാണ് പരാതി നൽകിയത്. ഉത്തർപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ ചെറിയനാട് കുളിക്കാംപാലം എഴിയാത്തു തെക്കേതിൽ അജിത് കുമാർ നായരാണ് അവിടെ തന്നെ അധ്യാപികയായിരുന്ന നിഷയുടെ ഭർത്താവ്. ഇവർക്ക് 10 വയസ്സുള്ള ഒരു മകളും 5 വയസ്സുള്ള ഒരു മകനുമാണുള്ളത്. മുമ്പ് 2 വിവാഹങ്ങൾ കഴിച്ച അജിത് കുമാർ ഇക്കാര്യം മറച്ചുവെച്ചാണ് നിഷയെ വിവാഹം ചെയ്തതെന്നും നിരന്തരം ശാരീരിക മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നതായും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 13-നായിരുന്നു നിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനങ്ങളും ഭീഷണികളും സഹിക്കവയ്യാതായപ്പോൾ ഈ മാസം 12-ന് നിഷ നായർ UP പോലീസിൽ പരാതി നൽകുകയും പോലീസ് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതരായ ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് വധഭീഷണി മുഴക്കിയിരുന്നതായി നിഷ നാട്ടിലുള്ള ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. അന്ന് രാത്രിയിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. രാത്രി 11:20-ന് താൻ നിഷയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അപ്പോഴൊന്നും ജീവനൊടുക്കുന്ന യാതൊരു സൂചനകളും ഉണ്ടായിട്ടില്ലെന്നും മണിക്കുട്ടൻ പരാതിയിൽ പറയുന്നു. UP-യിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ മുറാദാബാദിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവരെ ആഗ്രയിലാണ് താമസിച്ചിരിക്കുന്നത്. അവിടുന്ന് കല്യാണം കഴിച്ചത്ര ദൂരത്തിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ളൊരു ഡിസ്റ്റൻസ് റൂളായിരുന്നു. പിന്നെ ഈ മരിക്കുന്ന മുമ്പേ എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ കൊല്ലാൻ പോകണമെന്ന് വിളിച്ച് ഫോണിൽ കൂടെ പറഞ്ഞു. എൻ്റെ വോയിസ് കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മോളെ നീ പിന്നെ മനുഷ്യാവകാശ കമ്മീഷനെ വിളിച്ചറിയിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തിരിച്ചു പോയി.
അവരുടെ അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെ മോശമായിട്ട് അവരെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ വന്ന് നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരിക, റിപ്പോർട്ട് ചെയ്യുക, നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് എന്നോട് പറഞ്ഞ കഥകൾ. ഇത് കഴിഞ്ഞ് ഇത് ഈ പോലീസുകാർ വന്ന ശേഷമാണ് ഇവരെന്തോ ഈ കുട്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അവർ തൂങ്ങി മരിക്കുമായിരുന്നു ആ റിപ്പോർട്ട് കിടക്കുന്നത്, പോലീസിന്റെ റിപ്പോർട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ അറിയിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. നിഷയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യസന്ധവും കാര്യക്ഷമവുമായ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലും നടപടികളും ഉണ്ടാവണമെന്ന് പരാതിയിൽ പറയുന്നു. മന്ത്രി സജി ചെറിയാൻ മുഖേനയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. നാട്ടുകാരിൽ ആകാംക്ഷയും അറിവും നിറച്ച് കുമരകം കവണാറ്റിൻകരയിൽ കോട്ടയം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും മോക്ക് ഡ്രിൽ. ദുരന്ത സമാന സാഹചര്യത്തിൽ മാതൃക വാർത്തകൾ തുടരുന്നു. നാട്ടുകാരിൽ ആകാംക്ഷയും അറിവും നിറച്ച കുമരകം കവണാറ്റിൻകരയിൽ കോട്ടയം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും മോക്ക് ഡ്രിൽ. ദുരന്ത സമാന സാഹചര്യത്തിന്റെ മാതൃക സൃഷ്ടിച്ചാണ് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. വെള്ളപ്പൊക്ക പ്രളയ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെയും വെള്ളത്തിൽ വീണുപോകുന്നവരെയും രക്ഷപ്പെടുത്താനും ഉചിതമായ ചികിത്സ ലഭ്യമാക്കാനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവിധ വകുപ്പുകളും ദേശീയ ദുരന്ത നിവാരണ സേനയും നടത്തുന്ന ദ്രുത നടപടികളാണ് മോക്ക് ഡ്രില്ലിലൂടെ നാട്ടുകാരെ പരിചയപ്പെടുത്തിയത്. വെള്ളപ്പൊക്കത്തിൽ കുമരകം കവണാറ്റിൻകര പാലത്തിന് സമീപം ഐമനം പഞ്ചായത്തിലെ 30 പേർ ഒറ്റപ്പെട്ടു പോയെന്ന വിവരം രാവിലെ 10-ന് കോട്ടയം തഹസിൽദാരായ SN അനിൽകുമാറിന് ലഭിക്കുന്നതോടെയാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. പോലീസും അഗ്നിരക്ഷാസേനയും മോട്ടോർ വാഹനം, റവന്യൂ, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ജനപ്രതിനിധികളുമടക്കം സംഭവസ്ഥലത്തെത്തുന്നു. തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 26-അംഗ സംഘം കവണാറ്റിൻകരയിലെത്തി വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിച്ച് കരയിലെത്തിക്കുന്നതാണ് മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. വരുന്ന വഴിയിൽ റെസ്ക്യൂ ചെയ്തുകൊണ്ടുവരുന്ന സമയത്ത് വെള്ളത്തിൽ വീഴുകയും അയാളെ വീണ്ടും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ വീണ ആള് രക്ഷയ്ക്കായിട്ട് ഒച്ച വെക്കുന്നതാണ് കാണുന്നത്. കൂടാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകർ അയാളെ രക്ഷിക്കാനായിട്ട് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്നയാളെ എങ്ങനെ രക്ഷിക്കണമെന്ന അറിവ് പകർന്ന് NDRFന്റെ മോക്ക് ഡ്രില്ലും നടന്നു. നാട്ടുകാരും ഹൗസ് ബോട്ട് തൊഴിലാളികളും വിദേശികളുമടക്കം നിരവധി പേർ മോക്ക് ഡ്രിൽ കാണാനെത്തി. പ്രകൃതിക്ഷോഭമടക്കമുള്ള ദുരന്തങ്ങളെ നേരിടുന്നതിനായി വിവിധ വിഭാഗം ജനങ്ങൾക്ക് ദുരന്ത നിവാരണ ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ചെന്നൈ ആരക്കോണത്തെ 4-ാം ബറ്റാലിയനിലെ 26 സേനാംഗങ്ങളാണ് മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തത്. അസിസ്റ്റന്റ് കമാൻഡന്റ് ഡോക്ടർ BS ഗോവിന്ദ്, ഇൻസ്പെക്ടർ കപിൽ എന്നിവർ നേതൃത്വം നൽകി. വേറിട്ട ക്രിസ്തുമസ് ആഘോഷവുമായി പരുമല സെന്റ് ഗ്രിഗോറിയോസ് സോഷ്യൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ. പരുമലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷം നടത്തിയും മുതിർന്ന ഓട്ടോ ഡ്രൈവർക്ക് ആദരവ് നൽകിയുമാണ് വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് കാലം വ്യത്യസ്തമാക്കിയത്. ഗ്രിഗോറിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് പരുമല ഗ്രാസ്പിന്റെ നേതൃത്വത്തിലാണ് നോയല്ല 2024 എന്ന പേരിൽ ആഘോഷം നടത്തിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം കേക്ക് മുറിച്ചായിരുന്നു ഉദ്ഘാടനം. നമ്മൾക്ക് എപ്പോഴും എവിടെ വിളിച്ചാലും നമ്മളോടൊപ്പം സഞ്ചാരികളായി നമ്മളെ കൊണ്ടുപോകാൻ ഇടുക്ക് വഴിയിലാണെങ്കിലും നമ്മൾ എത്തേണ്ട ദൂരം പറഞ്ഞാൽ അവിടെ നമ്മൾ ഓടിയെത്തി നമ്മളെ എത്തിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാർ, അവരോടൊപ്പം ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നമുക്കൊരു സന്തോഷമില്ല. തീർച്ചയായിട്ടും അവരെ ഏറ്റവും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷേ നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ നമ്മളെപ്പോലുള്ള വനിതകൾ വരെ 2 വീലറൊക്കെ ഓടിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ തീർച്ചയായും ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ചെന്നെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനതയാണ് നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാർ.
ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരെയും കൂടെ ഒന്നിച്ചുകൊണ്ട് അവർക്ക് ചെറിയൊരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെ തുടങ്ങി അവരുടെ ഉപജീവന മാർഗത്തിന് ഒരു അത്താണി ആയിക്കൊണ്ട് ഇവരുടെ ഒരു വർക്ക്ഷോപ്പ് പോലെ തുടങ്ങിയാൽ ഇവർക്ക് വർഷാവർഷം ഇവരുടെ മെയിൻ്റനൻസും ഒക്കെ ആ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൂടെ തന്നെ നടത്താൻ അത്തരത്തിൽ നമുക്ക് ഇനിയും ചിന്തിക്കാൻ ഒരു അവസരമുണ്ട്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ജോർജ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. പുളിക്കീഴ് പോലീസ് SI സതീഷ് കുമാർ പരുമലയിലെ മുതിർന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായ രാജൻ ചെറിയാനെ ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ജൂബിൻ കരിപ്പയിൽ ബോബി ക്രിസ്മസ് സന്ദേശം നൽകി. അധ്യാപകരായ ദിവ്യ M കൃഷ്ണൻ, അജിൻ എബ്രഹാം, അനീറ്റ ജോസഫ്, ഗ്രാസ്പ് പ്രസിഡന്റ് നിത്യ ഹരിക്കുട്ടൻ, ഫാദർ സോനു ജോർജ്, ചിന്നു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോ തൊഴിലാളികൾ മറുപടി പ്രസംഗം നടത്തി. ഓട്ടോറിക്ഷക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാനായിട്ട് ഈ കോളേജിലെ വിദ്യാർത്ഥികളെ കാണിച്ച ഈ ഒരു രീതി ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറക്കാനാകാത്ത ഒരു സംഭവമാണ്. മാന്നാർ ഇരമത്തൂർ ഇരട്ടക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ണിയൂട്ട് നടന്നു. ചെന്നിത്തല തൃപ്പെരുന്തൂറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഉപദേശക സമിതി പ്രസിഡന്റ് ഷീല രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. KPMS മാവേലിക്കര താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് MK ഓമനക്കുട്ടൻ മുഖ്യ സന്ദേശം നൽകി. NSS മാവേലിക്കര യൂണിയൻ കമ്മിറ്റി അംഗം ചെന്നിത്തല സദാശിവൻ പിള്ള, മാന്നാർ SNDP യൂണിയൻ ചെന്നിത്തല മേഖലാ ട്രഷറർ വിജയൻ വൈ ജയന്തി, സെക്രട്ടറി സുജിത് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പവർ ലോണ്ടറി ഓപ്പറേറ്റർ കം ധോബി തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. വാക്ക് ഇൻ ഇന്റർവ്യൂ ഡിസംബർ 20 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. SSLC, ITC, 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം 10:30 മുമ്പായി യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും മറ്റ് അനുബന്ധ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനറൽ ആശുപത്രി ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 0472253324 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഹരിപ്പാട് കേന്ദ്രത്തിൽ ഡിസംബർ 26 ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നീ കോഴ്സുകൾക്ക് SSLC ആണ് യോഗ്യത. കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് GST യൂസിംഗ് ടാലി എന്ന കോഴ്സിന് +2 കൊമേഴ്സ് അല്ലെങ്കിൽ BCom ആണ് യോഗ്യത. SC ST OEC OBH വിഭാഗങ്ങൾക്ക് ഗ്രാന്റ് മുഖേന നിയമാനുസൃത ഫീസാനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0479241720 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി 2024-25 അധ്യയന വർഷം ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് ട്രെയിനർ, സ്കിൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 24 വൈകിട്ട് 5 സമഗ്ര ശിക്ഷാ കേരളം ആലപ്പുഴ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477223965 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.